ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നീരജ ഒരു കൈലാസ് എന്ന് പറഞ്ഞിട്ട് ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട് നീരജ, അതെ അതെ ഞാൻ എന്ത് ചെയ്യാനാ, കോളേജ് വെച്ചിട്ട് അവൻ ഒരുപാട് പ്രാവശ്യം പുറകെ നടന്നതാണ്. ഞാനും അത് അവന് ഇഷ്ടപ്പെട്ടത് ഒരുപാട് പ്രാവശ്യം അവൻ നന്നാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്ത് ചെയ്യാനാ, അവന്റെ വിധി അതായിപ്പോ, ജയിലിൽ കിടക്കുവായിപ്പോ, എന്ത് ചെയ്യാനാ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭരത് അതിലേക്ക് വരുമ്പോൾ ഇതെല്ലാം തന്നെ കേൾക്കുവാട്ടോ. ഭരത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ആരെക്കുറിച്ചാണ് പറയണതെന്ന് അറിയാനായിട്ട്. അപ്പം നീരജ് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ അതെ അതേ കൈലാസ്, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല കൈലാസ് എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കണ ഭരത്തിനാകെ ദേഷ്യം വരാണ്. ഭരത് അപ്പം തന്നെ അപ്പുറത്തുനിന്ന് വേഗം ഓടി എടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കൂവാട്ടോ. ആ സമയത്ത് നീരജ പെട്ടെന്ന്, ഞാൻ പിന്നെ വിളിക്കാൻ കമലു എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക. ആരടി വിളിച്ചത്? ഞാൻ പറഞ്ഞില്ലേ കമലു, അവളുടെ ഒരു കമലു. ഞാൻ ശ്രദ്ധിച്ച് കേട്ടതാ, കൈലാസിന് തന്നെയാണ് നീ വിളിച്ചത്. നേരത്തെ ഒരു പ്രതാപ, ഇപ്പൊ ഒരു കൈലാസ്, നിനക്ക് എന്താടി ഇത് തന്നെയാണോ പണി എന്നൊക്കെ ചോദിക്കുകയാണ്. കുറച്ച് നാളെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ ഭരത് പറയുമ്പോൾ നീരജ പറയുന്നുണ്ട്, ദേ എൻ്റെ മുമ്പിൽ നിങ്ങൾ വെറുതെ ആളാവാൻ നോക്കരുത് എന്ന് പറയുവാണ്. അപ്പോഴേക്കും ഭരത് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നതാണ് നീ പറയണത്? നിന്നെ കാണാൻ വേണ്ടിയില്ലേ ആ രാത്രി ആ പ്രതാപ് എന്ന് പറഞ്ഞ ആ കൊലയാളി ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് അവസാനം ആ പാവപ്പെട്ട ആ രാധിക മരിക്കേണ്ടി വരില്ല നിനക്ക് വേണ്ടിയിട്ട് നിന്നെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ നീരജ പറയാനുണ്ട്, അല്ല ഞാൻ എന്തിനു ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പോയിട്ട് തന്നെയാണ് ഇങ്ങനെ പറയുവാട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ജയമോഹിനി തൊട്ടപ്പുറം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഭരത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നതാണ് നിന്നെ എന്ത് ചെയ്യുന്ന പറയണെന്ന് ചോദിക്കുമ്പോഴേക്കും ജയമോഹിനി വരുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ, ദേ എല്ലാത്തിനും കാരണം ഇവരാ, ഈ സ്ത്രീ എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോൾ, എടി നീ എന്തുവാടി പറയണമെന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരാണ്ടോ, ആവശ്യമുള്ള സ്ഥലത്തേക്കാൾ നിങ്ങൾ കൊണ്ടുപോകാറുണ്ടോ, ഒരു ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഞാനൊരു പെണ്ണ, എനിക്കും അടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് ഭരത്തൊന്നും തന്നെ മിണ്ടുന്നില്ല. ആദ്യം നിങ്ങൾ ഒരു ആണിനെ പോലെ ജീവിക്കൂ, ഒരു വാഴയാ നിങ്ങൾ, ഫുൾ വാഴ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, ദേ നീ ഒരുപാട് എൻ്റെ മോനെ കളിയാക്കാൻ നിൽക്കരുത് കേട്ടോ. ഒന്ന് ജയമോഹന് പറയുമ്പോൾ, ഞാൻ പറയല്ലോ നിങ്ങളൊന്നും മിണ്ടരുത്, ഈ വീട്ടിൽ ആരും വേണ്ടിയിട്ട് ഒരു കാര്യവും പറയേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് ജയമോഹൻ പറയണ്ടേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ആകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നടി, നീ എൻ്റെ മോനെ തലേന്ന് തന്നെ പോട്ടെ വെച്ച് ഞാൻ കാത്തിരിക്കായിരുന്നു. ഓഹോ ഇപ്പം അങ്ങനെ ആയല്ലേ, ശരി ഞാൻ പോയി തരാം, എന്തായാലും ഇന്ന് ദിവസം കഴിഞ്ഞില്ലേ, നാളെ രാവിലെ തന്നെ ഞാനിവിടെ നിന്ന് പോകും എന്ന് നമ്മുടെ നീരജ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാവ്യ വരുന്നുണ്ട്. കൃഷ്ണ വരുന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കാവ്യ വരുന്ന സമയത്ത് കൃഷ്ണ, അത് ശരിയാവില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, താൻ അവരോട് സംസാരിച്ചോ? ഞാൻ സംസാരിക്കാൻ നിന്നൊന്നുമില്ല, എന്തിനാ സംസാരിക്കുന്നത്? അവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ കൃഷ്ണ, നമ്മളത് ആർക്കും പറയാനിട്ടല്ലേ. അതെ, എന്നാലും അവൾ പോയി കഴിഞ്ഞാൽ അവൾ പോണെങ്കിൽ പോട്ടെ കൃഷ്ണ, എന്തൊക്കെ പറഞ്ഞാലും ഭരത്തിന്റെ അനിയനാണ്. അവന്റെ ജീവിതത്തിൽ എന്തിനും ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട പെണ്ണ്, വേറെ പല ആണുങ്ങളെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണാണ് അവള്. എൻ്റെ അനിയന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കൊന്നുമില്ല. അങ്ങനെയുള്ള അവൾ പോണെങ്കിൽ പോട്ടെ കൃഷ്ണ എന്നൊക്കെ പറയാണ്. അവൾ കാണിച്ചത് വിശ്വാസവഞ്ചന കാണിച്ചവരൊക്കെ പോണെങ്കിൽ പോട്ടേന്നേ എന്നിങ്ങനെ പറയുവാണ്. അവനെ വേണമെങ്കിൽ ഇനിയും വേറെ പെണ്ണിനെയൊക്കെ കിട്ടിക്കോളും, അവൾ നേരത്തെ മുതൽ ഇങ്ങനെ തന്നെയാന്നൊക്കെ പറയാണ്. അവള് കാരണല്ലേ പാവം നമ്മുടെ രാധിക മരിക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട്, അത് ശരിയാ, നീരജ കാരണം തന്നെയാ മണിക്കുട്ടിക്ക് അവളുടെ അമ്മേനെ നഷ്ടപ്പെട്ടത്. പക്ഷേ അവള് നീരജ പോയി കഴിഞ്ഞാൽ ഭരത് പിന്നെ വിഷമാവില്ലേ? ഭരത്തിന് അവളെന്ന് വെച്ചാൽ ജീവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്ക് അറിയാം കൃഷ്ണ, പക്ഷെ നമ്മൾ എത്രയൊക്കെ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അവളുടെ സ്വഭാവം കൃഷ്ണക്ക് മനസ്സിലായില്ലേ? അവൾ എപ്പോഴാണെങ്കിലും ഇവിടെ നിന്ന് പോകും. അങ്ങനെ പോകാനിരിക്കുകയാണെന്ന് അവളാണെങ്കിൽ ഇപ്പം തന്നെ പോണത് തന്നെയല്ലേ നല്ലത് എന്ന് പറയുവാണ്. അതിനുശേഷം കാവ്യ പറയണ്ട, കൃഷ്ണ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരാളെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണറെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരിക്കലും പറ്റില്ല. കൃഷ്ണ ഒന്ന് ആലോചിച്ച് നോക്ക്, കൃഷ്ണക്ക് ഞാനല്ലാണ്ട് വേറൊരു പെണ്ണിനെ മനസ്സിൽ വിചാരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണ പെട്ടെന്നിങ്ങനെ മനസ്സിലിങ്ങനെ എന്തൊക്കെയാ പറയേണ്ടെന്ന് അറിയാണ്ട് ഇങ്ങനെ ആകെ വിളുത്തിരിക്കുവട്ടെ. കൃഷ്ണ എന്തൊന്നും മിണ്ടാത്തത്, കൃഷ്ണക്ക് അതിനെ പറ്റുമോ? ഇല്ലല്ലോ. ആ സമയത്ത് കൃഷ്ണ പറഞ്ഞിട്ട്, എനിക്കൊരിക്കലും പറ്റില്ലടോ എന്ന് പറയാണ്. അതെ എനിക്കും അങ്ങനെ തന്നെയാണ്, എനിക്ക് കൃഷ്ണ അല്ലാണ്ട് വേറൊരു ആണിനെ കുറിച്ച് സ്വപ്നത്തെ പോലും വിചാരിക്കാൻ സാധിക്കില്ല. അങ്ങനെയാവണം കൃഷ്ണ ഭാര്യ ഭർത്താക്കന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇതൊരുമാതിരി എന്തായാലും ഇതിവിടെ വേണ്ട എന്നൊക്കെ പറയണം. ആ സമയത്ത് കൃഷ്ണ മനസ്സിലേശില്ല, ഇങ്ങനെ പാവം കാവ്യനെ ഞാനും വഞ്ചിക്കുവാണല്ലോ ഒരു വിധത്തിൽ, ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ച് കൃഷ്ണ അങ്ങ് നിൽക്കുവാണ്. എന്താ കൃഷ്ണ ആലോചിക്കുന്നത്? ഒന്നുമില്ലടോ, നീരജിനെയും ഭരത്തിൻ്റെയും കാര്യം ആലോചിക്കുമായിരുന്നു. ഞാൻ എന്നാലും ഭരത്തിനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാവ്യ അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഞാൻ എന്തായാലും കാവ്യ ഒരിക്കലും രാധികയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ കാവ്യക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ കൃഷ്ണയുടെ മനസ്സിലിങ്ങനെ പറയുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മുത്തിനെയാണ്. മുത്തിങ്ങനെ ഭരത്തിന്റെ റൂമിലേക്ക് പോകുമ്പോൾ ഭരത് ആകെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാട്ടോ. ഓരോ സ്ഥലത്തൊക്കെ പോയിരുന്നിട്ട് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് മുത്ത് അകത്തേക്ക് വരുന്നുണ്ട്. ഭരത് മാമ എന്ന് വിളിക്കുമ്പോഴേക്കും വാ മുത്ത് എന്ന് പറഞ്ഞിട്ട് ഭരത് അടുത്തേക്ക് വിളിക്കണം മുത്തിനെ.
ഭരത് മാമ വിഷമിക്കുന്നുണ്ട് കേട്ടോ. നീരജാൻറ്റി അത് ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും ഭരത് മാമ. നീരജാൻറ്റി പോവത്തൊന്നുമില്ല, ഭരത് മാമ വിട്ട് എവിടെയും പോവത്തില്ല നീരജാൻറ്റി എന്ന് പറയുവാണ്. ആ സമയത്ത് ഭരത് പെട്ടെന്ന് മുത്തിനിങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് മുത്ത് പറയണം, ഭരത് മാമ വിഷമിക്കല്ലേ, എനിക്കത് സഹിക്കില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഭരത് പെട്ടെന്ന് മുത്തിനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് മുത്തിനെ സമാധാനിപ്പിക്കുന്നുണ്ട് തോളത്തിന് തട്ടിയിട്ട്. ഇല്ല ഭരത് മാമ വിഷമിക്കണ്ട, നീരജാൻറ്റി എല്ലാം സോറിയും പറഞ്ഞ് ഭരത് മാമനെ തിരിച്ചു വരും കേട്ടോ എന്നൊക്കെ പറയാണ്. ഭരത്താണെങ്കിൽ ആകെ വിഷമിച്ച് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോകട്ടെ മുത്തിൻ്റെ മുമ്പിൽ. അങ്ങനെ അവനൊഴികെ കണ്ണൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഭരത്. മുത്തു ഇങ്ങനെ സമാധാനിപ്പിക്കേണ്ടത്. കുറച്ച് നേരം അവരെ തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മണിക്കുട്ടീനെയാണ്. മണിക്കുട്ടി രാധികയുടെ ഫോട്ടോ നോക്കി ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മയെ ഇല്ലാതാവാൻ ശരിക്കും പറഞ്ഞ കാരണം ഇവിടുത്തെ നീരജാൻറ്റി ആണല്ലോ. നീരജാൻറ്റി കാണാൻ കാരണമല്ലേ ആ കൊലയാളി വീടിനകത്ത് കയറിയത്. ദേ ഇപ്പം നീരജാൻറ്റി ഇവിടുന്ന് പോകാൻ പോകുന്നു, ഭരതങ്ങളെ വിട്ടിട്ട് വേറെ എവിടെയോ പോകാൻ പോകുന്നു, സ്വന്തം വീട്ടിലേക്ക് എന്നിങ്ങനെ പറയുവാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മേനെയല്ലേ. എൻ്റെ അമ്മയില്ലാതെ എനിക്കൊരു സമാധാനമില്ല, ഒരു സന്തോഷമൊന്നും ഇല്ലമ്മേ. എനിക്ക് ചില സമയത്ത് എപ്പോഴും വിഷമം വരും, ചില സമയത്ത് ചിരിക്കാൻ തന്നെ തോന്നത്തില്ല. പിന്നെ ഞാൻ വിഷമിച്ച് കഴിഞ്ഞാൽ മുത്തിനും കൃഷ്ണസാറിനും കാവ്യാൻ്റിക്കൊക്കെ വിഷമമാകും. ഞാൻ കരയാൻ പാടില്ലെന്ന് അവരെപ്പോഴും പറയാറ്. അതുകൊണ്ട് മാത്രം ഞാൻ അവരുടെ മുമ്പിൽ കരയാത്തയാണമ്മേ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് പുറകെ നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് മണിക്കുട്ടി പറയണ്ട, എനിക്ക് എൻ്റെ അമ്മയില്ലാതെ ജീവിക്കാൻ പോലും പറ്റുന്നില്ല, എപ്പോഴേക്കും അമ്മയുടെ വിചാരം തന്നെയാണ്. ഓരോ ദിവസം തോറും അത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് കൃഷ്ണ മണിക്കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മണിക്കുട്ടി പെട്ടെന്ന് കൃഷ്ണനെ നോക്കുന്നുണ്ട്. ആ സാർ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ വേഗം മണിക്കുട്ടി അടുത്തേക്ക് പോവാണ്. അതിനുശേഷം വിഷമിക്കരുത് മോളെ വിഷമിച്ചാൽ മോളുടെ അമ്മക്കും വിഷമമില്ലേ. ഏതൊക്കെയോ ലോകത്തുനിന്ന് മോളുടെ അമ്മ എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ മോളിനെ വിഷമിച്ചുകൊണ്ടിരുന്ന മോളുടെ അമ്മക്ക് വിഷമവും, മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ മോളെ എന്നിങ്ങനെ പറയുവാണ്. പിന്നെ കാണിക്കണം ആ ഒരു പാട്ടാട്ടോ, ഇതിൽ ടൈറ്റിൽ സോങ് ആണ് പാട്ടായിട്ട് കാണിക്കുന്നത്. മണിക്കുട്ടീനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ കൃഷ്ണക്ക് വിഷമാവുന്നുണ്ട്, മണിക്കുട്ടിക്ക് ആകെ വിഷമാവുന്നുണ്ട്. അങ്ങനെ രണ്ടിനെ പരസ്പരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് എല്ലാവരും നിലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. നീരജ് ഇങ്ങനെ പോകുന്നത് ദിവസം അടുത്ത ദിവസം ആകുമ്പോഴേക്കും നീരജ് പോകുന്നതും കാത്ത് കൃഷ്ണയും കാവ്യയും അതുപോലെ തന്നെ മുത്തും ജയമോഹിനിയും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ഭരത്തൊക്കെ ഉണ്ട്. ആ സമയത്ത് നീരജ് വലിയൊരു ബാഗൊക്കെ ആയിട്ട് വരുവാണ്. ആ സമയത്ത് നമ്മുടെ എന്താണ് കൃഷ്ണ അല്ല കാവ്യ പറയുന്നുണ്ട് ജയമോഹനത്തെ, അമ്മേ അവളോട് എന്ത് സംസാരിച്ച് നോക്കണമെന്ന് പറയുമ്പോൾ വേണ്ടടി കാവ്യ, അവൾക്കൊന്നും സംസാരിക്കണ്ട, അവൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് വേണ്ട, നമ്മൾ സംസാരിച്ചത് നമ്മുടെ വായ കേടാവുന്ന മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ നീരജ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഭരത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, എന്തായാലും ഈ വീടെന്ന് പറയണതില്ലേ ഇതൊരു വീടൊന്നുമല്ല, ഒരു കാരാഗ്രഹമാണ്. സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ പറ്റാത്ത ഒരു കാരാഗ്രഹം. ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാ എന്ന് പറയുമ്പോഴേക്കും ഭരത് പെട്ടെന്നതേ നീ പോണെങ്കിൽ പോയിക്കുക, അത് ഈ വീടിനെ കുറിച്ച് അനാവശ്യമൊന്നും പറയാൻ നിൽക്കരുത് എന്ന് പറയുമ്പോഴേക്കും ജയമോഹൻ പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടട ഭരത്തെ, അവൾ എന്തായാലും ഇവിടെ നിന്ന് പോവാൻ നിൽക്കുക, പോണെങ്കിൽ പോട്ടേടെ അവള് എന്ന് പറയണം. എൻ്റെ മോനെ ഞാൻ നല്ല മുല്ലപ്പൂ പോലത്തെ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞ് നീരജ് ചിരിക്കുക കേട്ടോ. എന്തൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അല്ലേ ഈ മോൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭരത്തിൻ്റെ കൈ വെച്ച് ഇങ്ങനെ അടിക്കാൻ പോകുമ്പോഴേക്കും ജയമോഹൻ വേണ്ട ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അടിക്കട്ടെ, അയാൾ വഴി അടിക്കട്ടെ, അടിച്ചു കഴിഞ്ഞാലേ പോലീസ് പുറകെ വരും, ഞാനൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാനെന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവുക, ഇനി ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നീരജ പോകാൻ പോകുമ്പോഴേക്കും കാവ്യ പറയുന്നുണ്ട്, നീരജ് ബന്ധങ്ങളാകുമ്പോൾ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും, അത് പറഞ്ഞ് മനസ്സിലാക്കി ജീവിക്കണ്ടേ, വേണ്ട ചേച്ചി ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, നീരജ് പറയണ കേക്ക്, നീരജ പോയി കഴിഞ്ഞാൽ പിന്നെ ഭരത്തിൻ്റെ കാര്യം എന്താകും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറയുവാണ്. ബന്ധങ്ങളാകുമ്പോൾ ചിലപ്പോൾ ചില രസക്കേടൊക്കെ ഉണ്ടാകും, അതൊക്കെ പറഞ്ഞു തിരുത്തി ജീവിക്കണല്ലേ നല്ലത് എന്ന് കൃഷ്ണ പറയുമ്പോൾ നീരജ എടുത്ത വായിക്ക് പറയണത്, കൃഷ്ണേട്ട എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ട, പറഞ്ഞു കഴിയണ്ടല്ലോ, കൃഷ്ണേട്ടന് ഇറങ്ങേണ്ടി വരും എന്നിങ്ങനെ പറയുവാണ്. അത് കേൾക്കുമ്പോൾ കൃഷ്ണക്ക് ചോദിച്ച് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ജയമോഹനിക്കും ഭരത്തിനൊക്കെ മനസ്സിലായി രാധികയുടെ കാര്യമാണ്. കാവ്യാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, കാവ്യ ആകെ ഇങ്ങനെ നിന്നോണ്ടിരിക്കുക കേട്ടോ. എന്താ കാവ്യ കൃഷ്ണനെയും അതുപോലെ തന്നെ നീരജിനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് കാവ്യ. ആ സമയത്ത് നീരജ് വരുന്നൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി തുടങ്ങാണ്. കൃഷ്ണേട്ടൻ എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞാലുണ്ടല്ലോ പിന്നെ കൃഷ്ണേട്ടനും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്ന് പറയുമ്പോൾ കൃഷ്ണ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവരെ പരസ്പരം ഇങ്ങനെ കാണിച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.